നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ചു വീഴ്ത്തി മാല കവരാൻ ശ്രമം. ചന്ദ്രാപിന്നിയിൽ ഫ്രണ്ട്സ് ഫാബ്രിക്സ് നടത്തുന്ന ശശിധരന്റെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. തന്നെ ആക്രമിച്ചുവെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയിൽ തൃശൂർ ഹൈറോഡിൽ വ്യാപാര സ്ഥാപനം തകർന്നു. വാർത്തകൾ വിശദമായി. ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ച് വീഴ്ത്തി മാല കവരാൻ ശ്രമം. ചന്ദ്രാപിന്നി നമ്പ്രാട്ടിച്ചിറയിൽ ഫ്രണ്ട്സ് ഫാബ്രിക്സ് നടത്തുന്ന കൂരിക്കുഴി കണക്കാട്ട് വീട്ടിൽ 73 വയസ്സുള്ള ശശിധരന്റെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇന്നലെ രാത്രി 7:45 സംഭവം. കടപൂട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ചാമക്കാല നാലുംകുടിയ സെന്റർ തെയ്യംപറമ്പിന് സമീപത്ത് വെച്ച് പുറകിലൂടെ ബൈക്കിലെത്തിയ 2 പേർ സൈക്കിളിൽ ഇടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറഞ്ഞു. കട അടച്ച് ഇന്നലെ 1:30 മണിക്ക് ശേഷം പോന്നപ്പോൾ ഈ വീടിൻ്റെ അടുത്തുള്ളത് ഈ റൂട്ടിൽ തന്നെ, ഇവിടെയുള്ള റൂട്ടിൽ വന്നപ്പോൾ ഒരു വണ്ടി ഇടിച്ച് അതിൽ ബാക്കിലിരിക്കുന്ന ആൾ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വീണ് അവർ പിന്നെ എനിക്ക് ബോധം പോയില്ല, പക്ഷേ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ കഴുത്തിലൊരു ചെയിനുണ്ടായിരുന്നത് പിന്നെ കണ്ടില്ല. അത് പിന്നെ ആളുകൾ കൂടിയപ്പോൾ അതിൽ ആരോ എടുത്ത്, പ്രദീപൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന ഒരാൾ തന്നെയാണ്, എടുത്ത് അവിടെ കൂടിയിരുന്നതിൽ എൻ്റെ പോക്കറ്റിലിട്ട് തന്നൊരു ചെയിൻ കിടക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നു. ആളുകൾ കൂടിയതോടെ ബൈക്കിലുണ്ടായിരുന്നവർ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ ശശിധരൻ ചന്ദ്രാപിന്നിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. ശശിധരൻ കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തന്നെ ആക്രമിച്ചുവെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. റിപ്പോർട്ടർ, മനോരമ ന്യൂസ്, മീഡിയ 1 എന്നീ ചാനലുകളുടെ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും അടങ്ങുന്ന ഒരു കൂട്ടം പ്രതികൾ 27-ന് ഉച്ചയ്ക്ക് രാമനിലയം ഗസ്റ്റ് ഹൌസിൽ അനുവാദമില്ലാതെ കയറുകയും വിശ്രമം കഴിഞ്ഞ് കാറിൽ കയറാനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തടയുകയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ വിഷ്ണുരാജിനെ തള്ളിമാറ്റി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേസ്. സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനിടെ പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ ഈസ്റ്റ് പോലീസ് ഇന്നലെ KPCC നിർവാഹക സമിതി അംഗം അനിൽ അക്കരയുടെ മൊഴി രേഖപ്പെടുത്തി. ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും മാധ്യമപ്രവർത്തകനായ അഖിലിനെ ആക്രമിക്കുകയും ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസ് എടുക്കണമെന്നാണ് അനിൽ അക്കര പരാതി നൽകിയിരിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസിഡർ പദവി രാജിവെച്ച ഇടവേള ബാബുവിനെതിരായി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി വന്ന പശ്ചാത്തലത്തിൽ പദവിയിൽ നിന്ന് നീക്കണമെന്ന് പരാതി വന്നിരുന്നു. പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സന് പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് വൈകുന്നേരം ഇടവേള ബാബു പദവിയിൽ നിന്ന് സ്വയം ഒഴിവായ കാര്യം നഗരസഭയെ അറിയിച്ചത്. നടിയുടെ പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെതിരെ കേസെടുത്തിരുന്നു. എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്കൂൾ കായികമേളയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടത്താനിരുന്ന റവന്യൂ ജില്ലാ റോളർ സ്കേറ്റിംഗ് മത്സരം മത്സരാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. അണ്ടർ 19 വിഭാഗത്തിലുള്ള മത്സരമാണ് ട്രാക്കിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തടസ്സപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ പടാക്കുളത്തിന് സമീപമുള്ള റോളർ സ്കേറ്റിംഗ് പരിശീലന ഗ്രൗണ്ടിലാണ് മത്സരം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന റോളർ സ്കേറ്റിംഗ് ട്രാക്ക് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്ത വിധത്തിൽ ഉള്ളതെന്നായിരുന്നു പ്രധാന പരാതി. മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമേർപ്പെടുത്തിയില്ലെന്നും ആക്ഷേപമുണ്ടായി. നേരത്തെ കുന്നംകുളത്ത് നടത്തുമെന്നറിയിച്ചിരുന്ന മത്സരത്തിന്റെ വേദി മാറ്റിയത് അവസാന ഘട്ടത്തിലാണെന്നും പരാതിയുണ്ട്. പ്രധാന സംഘാടകരൊന്നും സ്ഥലത്തില്ലാതിരുന്നതിലും പ്രതിഷേധമുയർന്നു. എന്നാൽ റോളർ സ്കേറ്റിംഗ് മത്സര ട്രാക്കിനെ ചൊല്ലിയുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് മറ്റൊരു വിഭാഗം രക്ഷിതാക്കൾ പറഞ്ഞു. മത്സരാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് മത്സരം ഉപേക്ഷിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയിൽ തൃശൂർ ഹൈറോഡിൽ വ്യാപാര സ്ഥാപനം തകർന്നു. CC പ്രദേശ് സ്റ്റേഷനറി ആൻഡ് ഹോൾസെയിൽസ് മർച്ചന്റ്സ് എന്ന സ്ഥാപനമാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. നമുക്കറിയാം, ഇവിടെയുള്ള തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഉള്ളത്. ഇതിനകത്ത് 144 ബിൽഡിംഗ് ഓൾറെഡി നമ്മൾ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. പലരും ഇതുവരെ അതിനകത്ത് ഒരു നടപടി എടുത്തിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ ഇവരെ ദ്രോഹിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നതാണ്. അപകടമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. ഇന്നലെ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം, അങ്ങേറ്റത്ത് മഞ്ച പണിയുന്ന ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വീണു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ റൗണ്ടിനകത്ത് തന്നെ നമുക്കറിയാം, അവിടെ ഇവിടെ ഇരുന്ന ഒരു കടയുടെ പേരെന്താ, കെയർ ബേക്കേഴ്സ്, ആ ബിൽഡിങ്ങിനകത്ത് വീണു. അപ്പോൾ ഞാൻ പറയുന്നത്, ശക്തൻ തമ്പുരാൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പഴുക്കി ACP ഇട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിലുണ്ടാക്കി വെച്ചിരിക്കുക. വളരെ ദോഷമായ അന്തരീക്ഷമാണ് തൃശ്ശൂരിന് സംഭവിക്കാൻ പോകുന്നത്. പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ സൈക്കിൾ വിതരണ ഉദ്ഘാടനവും ആദരവും സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അങ്ങനെയാണ് വർഗീസേട്ടൻ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. വർഗീസേട്ടൻ ഇപ്പോൾ 2ാമത്തെ സ്കൂളിലാണ് സൈക്കിള് നൽകുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്കൂളിന് നൽകിയതിൽ ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തോഷവരാണ്. ഏറ്റവും സാധാരണപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ആണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ തന്നെ. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളത് ഗവൺമെൻറ് സ്കൂളിലാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നല്ല പ്രവർത്തനം ഇവിടെ വർഗീസേട്ടൻ നമുക്ക് പോയിട്ട് നൽകിയിട്ടുണ്ട്. അതിനെല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചാട്ടിയ വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷനായി. ചടങ്ങിൽ കുട്ടികൾക്ക് സൈക്കിൾ സംഭാവന ചെയ്ത വാറൂണി അമ്പുക്കൻ, സ്കൂൾ പ്രധാനാധ്യാപിക NS സുനിത, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ്, വാർഡ് മെമ്പർ ജിസ്മി സോണി, മാള AO KK സുരേഷ്, PTA പ്രസിഡന്റ് KK യൂസഫ്, MPTA പ്രസിഡന്റ് വിജിത ദിലീപ്, KS സുവർണ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ പ്രതിഭകളായ ER രമണി, വേദിക് നമ്പൂതിരി, മേക്കാളി, PS പാർത്ഥിബ് എന്നിവരെ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ചു വീഴ്ത്തി മാല കവരാൻ ശ്രമം. ചന്ദ്രാപിന്നിയിൽ ഫ്രണ്ട്സ് ഫാബ്രിക്സ് നടത്തുന്ന ശശിധരന്റെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. തന്നെ ആക്രമിച്ചുവെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയിൽ തൃശൂർ ഹൈറോഡിൽ വ്യാപാര സ്ഥാപനം തകർന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.